എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴിലെ ഈ കിഴി റിയാക്ഷനാണ് മാർക്കോ സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ 5 മണിക്ക് വരും എന്നുള്ളതാണ് ഇവരുടെ അനൗൺസ്മെന്റ്. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, നോക്കിയിട്ട് പറയണം. നോക്കിയാൽ മനസ്സിലാകും, സംശയമാണ്. അതിന് മാത്രം ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിവിടെ ഇരിക്കുമോ? അതാണ് അല്ലേ സത്യം. എവിടെയെങ്കിലൊക്കെ പോയി പോലീസുകാരനായിക്കൂലേ? അതാണ് തീർച്ചയായിട്ടും. PSC ഒക്കെ ഇത് പോലീസുകാരനാവില്ലേ? പിന്നെ ഇത് അത്രയും വിവരമൊന്നും ഇവനില്ല കേട്ടോ. പിന്നെ എനിക്ക് പിന്നെ പണ്ടേ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ അതിനെ പോയിട്ടില്ല, ഒരു പരിപാടിക്ക് പോയിട്ടില്ല. ഓക്കെ, എന്തായാലും ഇതായിരുന്നു ആ അനൗൺസ്മെന്റ് പോസ്റ്റർ. യെസ്, എക്സ്പ്ലോസീവ് ബർത്ത്ഡേ കാർണേജ് എന്ന് വെച്ചാൽ എന്തോന്ന് 5 മണിക്ക് വരുമെന്നുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും എടുത്ത് പറയല്ലേ. ഇനി അത് തപ്പിപ്പോണ്ടി വരും. പോകുന്നില്ല. ഓക്കെ, എന്തായാലും പോസ്റ്റർ ഇതാണ്. ചെസ് ബോർഡാണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടുണ്ട്. പക്ഷേ ഇതിലെ കരുക്കൾ കാണുമ്പോൾ പലതും മനസ്സിലാവുന്നില്ല. തേര് മനസ്സിലാവുന്നുണ്ട്, ആന പലതും മനസ്സിലാവുന്നില്ല. കുതിരനെ മനസ്സിലാവുന്നുണ്ട്, കാരണം കുതിരപ്പുറത്ത് ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വേറൊന്നും മനസ്സിലാവുന്നില്ലടാ. ഇത് എന്താ പറയാ, പുരാതന ചെസ് ബോർഡാണ് കേട്ടോ. ആണല്ലേ? ആധുനിക ചെസ് ബോർഡ് എന്തെങ്കിലും ഉണ്ടോ? പക്ഷെ എന്റെ ഉള്ള കരുക്കളൊന്നും ഇങ്ങനെ ഒന്നല്ല. ഇത് പുരാതന. ഇത് മറ്റേ ഈ കുറച്ച് പണ്ട് കാലത്ത് ഈ റോമൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാലഘട്ടത്തിലൊക്കെ കളിച്ചുകൊണ്ടിരുന്നതാന്ന് തോന്നുന്നു. ഇന്നത്തെ ആൾക്കാരൊക്കെ അങ്ങനെയാ. ഭയങ്കര രസമുണ്ട് കാണാൻ. സംഭവം സാധാരണ ചെസ് ബോർഡിൽ അതായത് വൈറ്റും ഉണ്ടാവും ബ്ലാക്കും ഉണ്ടാവും അല്ലേ? നേരിടാൻ അപ്പുറത്തും ഇപ്പുറത്തും ഒരേ ടീം ഒരുപോലെ ഉണ്ടാവും. എന്നാൽ ഇവിടെ നേരിടാൻ നിൽക്കുന്നത് എല്ലാ ടീമും ഉണ്ട്, അതിനെതിരെ 2 കരുക്കൾ മാത്രമാണ്. ഒന്ന് രാജാവാണെന്ന് തോന്നുന്നു, കാരണം വടിയൊക്കെ കുത്തി പിടിച്ച് നിൽക്കുന്ന ഏത് രാജാവാണാവോ? രാജാവ് തന്നെയാണെന്ന് തോന്നുന്നു. ചെങ്കോലാണോ? പിന്നെ മുന്നില് ഒരു കുതിരമ ഒരു ആളിങ്ങനെ റൈഡ് ചെയ്ത് ഇങ്ങനെ ചാടി ഇങ്ങനെ തലയൊക്കെ ഉയർത്തി ഇങ്ങനെ ആരടാ എന്ന് ചോദിച്ചോണ്ട് വെക്കുന്നുണ്ട്. ബാക്കി ഒരു സൈഡ് ഫുള്ള് എതിരാളികളാണ് കേട്ടോ. അപ്പോൾ ഫുൾ ടീമിനെതിരെ ഒരു രാജാവ് ഒരു കുതിരനെയും കൊണ്ട് കളിക്കാൻ ഇറങ്ങുന്നതായിരിക്കാം മേ ബി ഈ മാർക്കോ എന്ന സിനിമ. സിമ്പിളായിട്ട് നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇത്രയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, ഞങ്ങളുടെ ഈ കുഞ്ഞു ഉറുമ്പിന്റെ ബുദ്ധിയിൽ. അതെ, നമുക്ക് മനസ്സിലായ കാര്യം ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ അവര് വേറെ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടോന്ന് ദൈവത്തിന് മാത്രമേ അറിയാം. അവിടെ ഒരു ഉറുമ്പ് തല തല്ലി കരയുന്നു. നമുക്ക് അതിന്റെ ബുദ്ധി എന്ന് പറഞ്ഞത് അത് മനസ്സിൽ വിചാരിച്ചോണ്ടിരുന്നെന്താ അറിയാം. ഇപ്പന്മാരെക്കാട്ടിലും ബുദ്ധി എനിക്കുണ്ട്. എന്ത് ചിന്തിച്ചോണ്ടിരുന്ന ഇത്ര ബുദ്ധി എനിക്കുള്ളൂന്ന് ഉറുമ്പ് അപ്പളും മനസ്സിലാക്കിയ സത്യം. ഓക്കെ, എന്തായാലും 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് സംഭവം വന്നിട്ടുണ്ടോ നോക്കാം. വീഡിയോ ഉണ്ടാവുമോ? വീഡിയോ ഉണ്ടാവാൻ ചാൻസ് കുറവല്ലേ? കുറവാണ്. മാർക്കോ വന്നിട്ടുണ്ടല്ലോ. വന്നോ? പിന്നെ മോനെ ക്യൂബ് സെന്റർ എന്റർടൈൻമെന്റ്സ് അല്ലേ? ഇത് ഫസ്റ്റ് ലുക്ക് അല്ലേ? ഫസ്റ്റ് ലുക്കാണ് മുന്നിൽ കിടക്കണത്. ഉണ്ണിമൂൻ തന്നെ നോക്കിയാൽ മതി. ഉണ്ണിമൂൻ തന്നെ. ഓ മൈ ഗോഡ്, യോന്റെ മോനെ തലല്ലേ കയ്യില്? ഇത് ഇവര് പറഞ്ഞതുപോലെ തന്നെ തലയുണ്ട് കയ്യില്. തല മാത്രമേ ഉള്ളൂ. തല മാത്രമേ ഉള്ളൂ അല്ലേ? കഴുത്തിന്റെ താഴത്തേക്ക് നമ്മളിങ്ങനെ വിചാരിക്കും ഇങ്ങനെ ഒരുത്തനെ ഇങ്ങനെ പിടിച്ചിട്ട് പൊക്കിങ്ങനെ പിടിച്ച്. പക്ഷെ അങ്ങനെ അല്ല കേട്ടോ. തലേന്നുള്ള ഈ കഴുത്തേന്നുള്ള ഞരമ്പുകൾ വരെ കയ്യിൽ ചുറ്റി കിടക്കുന്നുണ്ട്. കണ്ടില്ലേ? സത്യം. ഓന്റെ മോനെ, അതും ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള കൊലപാതകം ചെയ്തിട്ടോ. അല്ലാണ്ട് ഒറ്റയടിക്ക് ഒറ്റയടിക്ക് കൊന്നേക്കുന്ന ഒന്നുമല്ല. അതല്ലേ, ഇതൊക്കെ ചെയ്തിട്ട് ആളുടെ മുഖത്ത് ആൾക്കിത് സിമ്പിൾ കടിച്ചുപിടിച്ച സിമ്പിൾ ആയിട്ടാണ്. എന്താ ആറ്റിറ്റ്യൂഡ് ചേർക്കണ്ടേ? ലുക്കായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട് സാധനം. ഇത് പിന്നെയും വരുന്നതാണ്. ഇത് ഈ ടീം പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും വയലൻസ് ഉള്ള സിനിമ, മലയാളത്തിൽ ഏറ്റവും വയലൻസ് ഉള്ള സിനിമ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഇങ്ങനത്തെ ഒരു പോസ്റ്റർ ഒന്നും ഇതുവരെ വന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. നമ്മൾ കുത്തി ഇങ്ങനെ എടുക്കുന്നു അല്ലെങ്കിൽ ബ്ലഡ് വരുന്നൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഒരു തലയും കയ്യിൽ പിടിച്ചിട്ട് ഇത്ര സിമ്പിളായിട്ട് നിൽക്കുന്ന ഒരാളുടെ, എനിക്ക് ഇങ്ങനത്തെ ലുക്കില് ഇങ്ങനെ ഭയങ്കര കിട്ടിൽ ഫൈറ്റ് രംഗങ്ങൾ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കൊറിയൻ സിനിമയിലൊക്കെ പക്കയായിരിക്കും. ടീം ഇങ്ങനത്തെ കോസ്റ്റ്യൂമിലായിരിക്കും നടന്മാർ വരിക. എന്നിട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് അവർക്ക് അതിനുള്ള കഴിവുണ്ടാവും കേട്ടോ.
സിമ്പിളായിട്ട് ഫൈറ്റ് ചെയ്യാണേ. ജോൺ വിക്ക് ഒക്കെ അതെ, ജോൺ വിക്ക് ഒക്കെ ഫുൾ ഇതല്ലേ, അതെ. ഈ സ്യൂട്ടും ഇതിലൊക്കെ ആയിരിക്കും ഫൈറ്റ് ആയിരിക്കും. ഈ കൊറിയൻ മൂവീസ് മൊത്തം ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അതേ രീതിയിൽ ആളിങ്ങനെ സിമ്പിളായിട്ട് സ്വാഗ് സ്റ്റൈലിൽ വന്നിട്ട് വളരെ കൂളായിട്ട് എന്തോ സംഭവം ചെയ്തതുപോലെയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ കയ്യിലേക്ക് നോക്കുമ്പോൾ നമുക്കത് സില്ലി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഓ മൈ ഗോഡ്, കണ്ണൊക്കെ തള്ളിയിട്ടുണ്ട്. ഒരു സൈഡ് ഫുള്ള് ബ്ലഡാ, ഉണ്ണിമൂന്തന്റെ ഒരു സൈഡ് ഫുള്ള് ബ്ലഡ്, രണ്ട് കയ്യിലും മൊത്തം ബ്ലഡ്. അതായത് ഇത്ര വയലൻസ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് നിന്ന് കാണാൻ പറ്റുന്ന കേട്ടോ. ഹനീഫ് അദേനി ഇവര് പുറത്തു വിട്ട ഇനി ഇതൊരു സത്യം പറയാലോ, മാർക്കോന്റെ അനൗൺസ്മെന്റ് മുതൽ ഇവര് പല വീഡിയോസ് ആയിട്ടും പലതും നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. അതിന്റെ പുറത്ത് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നു, ഒരു രക്ഷയില്ലാത്ത സാധനം. ഇവരെന്തൊക്കെ പുറത്തോട്ടുണ്ടോ അതൊക്കെ ക്വാളിറ്റി ആയിട്ട് അത് ഭീകര. അതായത് അവര് പറയുന്ന സാധനത്തിന് 100% നീതി പുലർത്തുന്ന സാധനങ്ങളാണ് ഇവർ പുറത്തു വിടുന്നത്. അതാണ് അതിന്റെ ഒരു പോസിറ്റീവായിട്ട് തോന്നുന്നത്. അതായത് ഇവരെന്താ ഈ പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് യഥാർത്ഥത്തിൽ മലയാളത്തിൽ നിന്ന് വരാൻ പോകുന്ന പാൻ ഇന്ത്യൻ മൂവി ആയിരിക്കും ഇത് എന്നുള്ളതാണ്. അത് നമുക്ക് ഏതാണ്ട് അത് പാൻ ഇന്ത്യനും അല്ല, പാൻ ഇന്ത്യനും വിടുമെന്ന് തോന്നുന്നുണ്ട്. ഇനി അത് ശരിക്കങ്ങ് വന്നു കഴിഞ്ഞാൽ, ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ കത്തും. ഇതുപോലെ ആളുടെ വലം കൈ കത്തുന്നത് പോലെ. വേറൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉണ്ണിമൂന്നനെ നമുക്കറിയാം, ആളുടെ ആക്ഷൻസ് ഒക്കെ ഒരു രക്ഷ ഉണ്ടാവില്ല, കിട്ടില്ലായിട്ട് ആള് ചെയ്യും. അപ്പൊ ഈ ഒരു ലുക്കിൽ വന്നിട്ടുള്ള ആക്ഷൻ സീൻസ് എന്റെ ഉള്ളിൽ കൂടെ ഒരു ഇമാജിനേഷൻ അങ്ങ് പോയി. ആ ഒരു സീനുകളൊക്കെ അതാ പറയാ, അങ്ങനത്തെ ഒരു സാധനം പോരാട്ടത്തിന് ഈ സിഗും ഒരു രക്ഷയില്ല. സാധനം വലിച്ചു പിടിച്ചിരിക്കുന്നത് സിഗ് എന്നൊക്കെ പറയും, സിഗരറ്റ് അതന്നെ. അങ്ങനെ അത് ചുരുട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്, എന്നാലും പറയുമ്പോ സിഗ് എന്നങ്ങ് പറഞ്ഞു പോയത്. എന്താണെങ്കിലും ഏതത് ട്രെയിനാണോ എവിടെ ഇത് നിൽക്കുന്ന ആള്? അത് അല്ലേ വണ്ടി കാറൊക്കെ അല്ലേ പുറകില്? അല്ല, മുകളിലെ ആ ഒരു ഏരിയ അത് ഒരു ഗോഡൗൺ പോലത്തെ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. അതിൽ ആ ഒരു ഷോട്ട് കാണിച്ചിട്ടുണ്ടെന്ന് മാത്രമേ. ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്, മോണോക്രോമിൽ. പക്ഷേ മുന്നിലുള്ള എല്ലാ സംഭവങ്ങളും കളറിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മാത്രമല്ല, കുറച്ച് ബോഡി സ്ലിം ആയിട്ടുണ്ട്, തടി കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വൈബ് ഒന്നുകൂടി കുറച്ച് എങ്ങനെ ഫിറ്റ് ആണെങ്കിലും കുറച്ച് തടിയുള്ളത് പോലെയായിരുന്നു. നല്ല മാറ്റം കൊടുത്തിട്ടുണ്ട്, അത് നന്നായിട്ട് ഒന്ന് സ്ലിം ആക്കി എടുത്തിട്ടുണ്ട്. ശരിക്കും വർക്കൗട്ട് ചെയ്ത് പക്ക. അതായത് കുറച്ച് സിനിമകൾക്ക് വേണ്ടിയിട്ട് ആള് തടിയൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു, സാധാരണ പോലെ ആയിട്ടുണ്ടായി, വയറൊക്കെ ചാടി. അതൊക്കെ മാറ്റി തിരിച്ചു വന്ന രീതിയിലാണിത്. എന്തായാലും കൊടൂര സാധനം തന്നെയായിരിക്കും. നമ്മൾ മിഖായിൽ കണ്ട ആ ഒരു തീട്ടപ്പരിപാടി ഉണ്ടല്ലോ, അതൊന്നും ആയിരിക്കില്ല അതില്. അത് അന്ന് ഡയലോഗിൽ മാത്രമേ പറഞ്ഞു, ഡയലോഗിലായിരുന്നു മൊത്തം പിടിച്ചു. പക്ഷേ ഡയലോഗിലല്ല ആള് പിടിച്ചു നിന്ന് ആ ഒരു ലെവലിൽ എത്തിയേക്കുന്നുള്ളത് ഇനി നമുക്ക് കാണാൻ പറ്റും. വെട്ടിന് വെട്ട്, കുത്തിന് കുത്ത്, അതൊന്നും ആയിരിക്കില്ല. പല പരിപാടികളും വെട്ടിന് വെട്ടെന്നൊക്കെ പറഞ്ഞ ഒരു വെട്ടിൽ തീർക്കും. ഒരു വെട്ട് ഇങ്ങോട്ട് കിട്ടി, ഒരു വെട്ട് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞു. വെട്ടിന് ഇത് വെട്ടി പണ്ടാരടക്കാന്നൊക്കെ പറഞ്ഞാൽ ആ കഴുത്ത് എന്തിനാണ് ഇങ്ങനെ ക്രൂവലാവുന്നത്? ഒരാളെ കൊല്ലണം എന്ന് വിചാരിച്ചു അയാളെ കൊന്നാൽ മാത്രം പോലെ. ഇത് അങ്ങനെയുള്ള സിനിമയാണ്, ഞങ്ങൾക്ക് വേണ്ടിയുള്ളതാണത്. വയലൻസ് ഇഷ്ടപ്പെടുന്നവർക്കുള്ളതാണത്. കില്ല് മൂവി അതുപോലത്തെ ആ ഒരു കണക്ഷൻ അതിന് കിട്ടിയാണ്ടല്ലോ. കില്ല് മൂവിന്റെ പോലത്തെ ഒരു കണക്ഷൻ കിട്ടിയ പടം ഈ റേഞ്ചിൽ അങ്ങ് വിടും. പിന്നല്ല, അത് 100% ഉറപ്പാ. പിന്നെ പാൻ ഇന്ത്യൻ താരമാണ്, അതിനകത്ത് തർക്കമൊന്നും ഉണ്ടാവില്ല. എന്താണെങ്കിലും യെസ്, അങ്ങനത്തെ ഒരു അഡാറായിട്ട് ആവട്ടെ, അതാണ് നമ്മൾ കാത്തിരിക്കുന്ന ഒരു സംഭവം. അല്ല, നമ്മൾ കാത്തിരിക്കുന്നതുകൊണ്ടാണല്ലോ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് നമ്മൾ അറിയാൻ വൈകിപ്പോയതാണ്, അതുകൊണ്ട് റിയാക്ഷൻ ചെയ്യാൻ പറ്റിയില്ല. സെക്കൻഡ് ലുക്കിന് വെയിറ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കി. തീർച്ചയായിട്ടും ആ മാർക്കോയ്ക്കുള്ള ആ ഒരു നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു വലുപ്പമുണ്ട്, അതാണ് കാരണം. നമ്മൾ കൊടുക്കാൻ കാരണമായ കുറെ കാര്യങ്ങളുണ്ട്. കാരണം ഇവര് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇവര് പുറത്തു വിട്ടിട്ടുള്ള ഓരോ സാധനങ്ങളും ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ സിനിമയ്ക്ക് കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. ക്വാളിറ്റിയും പിന്നെ നമ്മുടെ മലയാളത്തിൽ ഇതുവരെ കാണാത്ത തരം ഐറ്റംസ് ആണ് തന്നിട്ടുള്ളത് മൊത്തം. യെസ്, അപ്പോൾ എന്തായാലും കാത്തിരിക്കാം ഒരു അഡാറ് സാധനത്തിന് വേണ്ടിയിട്ട്. പൂവല്ലേ, ഞെട്ടിച്ചു, തീർച്ചയായിട്ടും ഞെട്ടിച്ച് കളഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.